ബൈക്കിൽ വരുമ്പോൾ ഒരു ജീപ്പ് വന്നിടിച്ചോ. എവിടെ വെച്ച്? ആ ഉല്ലാസവളവില്ലേ, അവിടെ വെച്ചായിരുന്നു. ബൈക്ക് ഓടിച്ചിരുന്ന ചേട്ടൻ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചു. ഇവൻ്റെ നട്ടിൽ നല്ല പരിക്കേറ്റിട്ടുണ്ട്. നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. തൽക്കാലം ഇവിടെ കിടന്ന് ചികിത്സിക്കാൻ മതിയടി. നിന്റെ ആളെ ചികിത്സിക്കാനേ എൻ്റെ കയ്യിൽ ഇനി കാശില്ല, മനസ്സിലായോ? ഞാൻ നിന്നെ മാത്രമേ കെട്ടിയിട്ടുള്ളൂ. നിന്റെ വീട്ടുകാരെ മുഴുവൻ ചെലവെടുക്കാനേ എന്നെ കൊണ്ട് പറ്റില്ല. ഇനി ഹലോ ഒന്ന് പോകണ്ട നമ്മളെ. നിന്റെ കാശില്ലെങ്കിലേ സോഷ്യൽ മീഡിയയിലേ ഒരു ചികിത്സാ സഹായം നിധി ലൈവ് ഇട്. ഇഷ്ടംപോലെ കാശ് കിട്ടും. ഇനി അതിനും പറ്റില്ലെങ്കിലേ അവനെ കൊണ്ട് വീട്ടിലിടേ, വണ്ടി എടുക്കടാ. അവിടെ വെച്ച് മുൻപ് എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. തനിക്കെന്നെ മനസ്സിലായോ? ജയേഷ് അല്ലേ? ഞാൻ വിചാരിച്ച് എന്നെ മനസ്സിലാവില്ലെന്ന്. താനെന്താ ഇവിടെ? എൻ്റെ അനിയനൊരു ആക്സിഡൻറ്റ് പറ്റി ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക. എന്താ ആക്സിഡൻറ്റാ? ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. അവനും അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചേട്ടനും കൂടെ ബൈക്കിൽ വരുമ്പോൾ ഒരു ജീപ്പ് വന്നിടിച്ചോ. എവിടെ വെച്ച്? ആ ഉല്ലാസവളവില്ലേ, അവിടെ വെച്ചായിരുന്നു. ബൈക്ക് ഓടിച്ചിരുന്ന ചേട്ടൻ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചു. ഇവൻ്റെ നട്ടിൽ നല്ല പരിക്കേറ്റിട്ടുണ്ട്. നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചാലേ അതിനി നടക്കാൻ കഴിയുള്ളൂ. അതാരാ ഒച്ച ഉണ്ടാക്കി പോയത്? അതെൻ്റെ ഹസ്ബൻഡാ. അനിയൻ്റെ ചികിത്സയ്ക്ക് ഇപ്പം തന്നെ നല്ലൊരു തുക ചിലവായി. ഇൻഷുറൻസ് കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഇനി ഒറ്റ പൈസ തരില്ല എന്നാണ് അയാൾ പറയുന്നത്. തൻ്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നത്? നേരത്തെ കോൺട്രാക്ട് ബിസിനസ് ആയിരുന്നു. അത് പൊളിഞ്ഞപ്പോൾ ഇപ്പം റിയൽ എസ്റ്റേറ്റും വണ്ടി കച്ചവടം എന്ന് പറഞ്ഞ് നടപ്പുണ്ട്. എന്താ ഇപ്പോൾ ഇൻഷുറൻസ് കിട്ടാത്തത്? ഇടിച്ച വണ്ടി കിട്ടിയാൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടുള്ളൂ എന്നാണ് പോലീസ് പറഞ്ഞത്. അതിനി എവിടുന്ന് കിട്ടാനാ? രാത്രിയല്ലേ വണ്ടി ഇടിച്ചേ, ആരോട് കണ്ടിട്ടുമില്ല. താൻ വിഷമിക്കാതിരിക്കേ. എൻ്റെ പരിചയത്തിൽ ഒരു വക്കീലുണ്ട്. ഞാൻ ആളോട് ഒന്ന് സംസാരിച്ച് നോക്കട്ടെ, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും. എന്തായാലും തൻ്റെ ഫോൺ നമ്പർ ഒന്ന് തന്നേക്ക്, ഞാൻ വിളിക്കാം. ആ ഉല്ലാസവലിൽ വെച്ച് രാത്രി ആക്സിഡൻ്റ് ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതെൻ്റെ ജീപ്പ് ഇടിച്ചുണ്ടായ ആക്സിഡൻ്റ് ആണെന്ന്. മനസാക്ഷി കുത്ത് കാരണം പിന്നെ മര്യാദക്കൊന്നും ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഞാനൊരു വക്കീലിൽ പോയി കണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസുണ്ടാകും, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകാതെ വക്കീൽ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അത് കാരണം അവളെ കണ്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ ഞാൻ പിന്നെയും ആസ്പത്രിയിൽ പോയി. സത്യമായിട്ടും അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നില്ല. അവർ റോങ് സൈഡിൽ കയറി വന്ന് എൻ്റെ ജീപ്പിൽ ഇടിച്ചതാണ്. എന്തായാലും ഞാനൊരു വക്കീലിനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി പറഞ്ഞോളാം. നിങ്ങൾക്ക് ഇനി ഇൻഷുറൻസ് കിട്ടാതിരിക്കില്ല, വിഷമിക്കണ്ട. പോലീസ് മഫ്തിയിൽ വന്നിട്ടാണോ? ഏതാടി അവൻ? അയാൾ പറയാ അയാളുടെ വണ്ടിയാണ് നമ്മുടെ അനിയൻ്റെ വണ്ടി ഇടിച്ചതെന്ന്. ഈ പുന്നാര മോനോ? എന്താ പ്രശ്നം? അളിയനെ വണ്ടി അടിച്ച് കൊല്ലാനാക്കിട്ട് നായ എനിക്ക് കുറച്ച് അടി കിട്ടിയാലും അവളുടെ അനിയന് ഇൻഷുറൻസ് കിട്ടി രക്ഷപ്പെടുത്തിയെന്ന് വിചാരിച്ചു സാറേ. അത് നന്നായി, വലിയ മനസ്സാണ്. നീ ഗൾഫിൽ പോയിട്ട് എത്ര വർഷമായി? 2 വർഷമായി. ഒരു കേസുള്ള മറച്ചു വെച്ചിട്ട് പാസ്പോർട്ട് എടുത്ത് ദുബായിക്ക് ഒരു കുറ്റാണെന്ന് നിനക്കറിയില്ലേ? അത് ഞാനൊരു വക്കീലോട് ചോദിച്ചിട്ടാണ് സാറേ ഇതൊക്കെ ചെയ്തത്. തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ എയർപോർട്ടിൽ വെച്ച് പോലീസ് പിടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു സാറേ. അപ്പം നിനക്കറിയായിരുന്നു
എയർപോർട്ടിൽ വെച്ച് നീ ലോക്കാവുന്നു.